അതെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കോട്ടയംകാരുടെ സ്പെഷ്യൽ ചുരുട്ട് പലഹാരമാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ നമ്മൾ തെള്ളിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് വെള്ളവും ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ച് നന്നായിട്ട് തേച്ച് കുഴച്ച് നല്ലപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് ആദ്യം എടുത്ത് വെക്കാം. അതിനുശേഷം നമ്മൾ പൂരിക്ക് പരത്തുന്ന പോലെ തന്നെ നന്നായിട്ട് കനം കുറച്ച് എന്തേരം തിന്നായിട്ട് പരത്തുന്നു അത്രയും നന്നായിട്ട് നമുക്ക് പരത്തി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അതെല്ലാം കൂടി ഒന്ന് മേളിൽ വെച്ചേച്ച് എല്ലാം ഒരേ ഷേപ്പിലും ഒരേ കനത്തിലും കിട്ടാൻ വേണ്ടി നമുക്കൊരു പാത്രം വെച്ച് കറക്റ്റ് റൗണ്ടിൽ മുറിച്ചിട്ട് നടുവേ ഓരോ ഷീറ്റായിട്ട് മാറ്റി നമുക്ക് എടുത്തു വെക്കാം. ഇനി ഒരു കൂട്ട് തയ്യാറാക്കണം. അതിനൊരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ള ഏലക്കാപ്പൊടിയും ഒരു സ്പൂണ് നാരങ്ങാനീരും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒറ്റനൂൽ പരുവാക്കി നമ്മുടെ ഇതിനകത്ത് വെക്കുന്ന കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവലോസ് പൊടിയാണ്. അവലോസ് പൊടിക്കകത്തേക്ക് നമ്മൾ ഒഴിച്ച് പകുതി നമ്മൾ മാറ്റി വെക്കണം പഞ്ചസാരപ്പാനി. ഇത് നമ്മുടെ ഈ ഷീറ്റ് ഓരോന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ പഞ്ചസാരപ്പാനിക്കകത്ത് നമ്മുടെ ഈ ഷീറ്റ് ഓരോന്ന് മുക്കി നമ്മുടെ അവലോസ് പൊടിയുടെ കൂട്ട് അതിനകത്ത് വെച്ച് നിറച്ചെടുക്കണം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.